RJD-യിൽ പിളർപ്പ്. സംസ്ഥാന സെക്രട്ടറി കിഷൻ ചന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം UDF-ൽ ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. LDF-ൽ നിന്ന് നിരന്തരമായ അവഗണന നേരിട്ടും പാർട്ടി നേതൃത്വം മുന്നണി വിടാത്തതിൽ പ്രതിഷേധിച്ചാണ് കിഷൻ ചന്ദിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ LDF വിട്ട UDF-ലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നത്. സലാം മുഹമ്മദ് അസ്ലമാണ് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത്. അസ്ലം, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ തിരിച്ചടിയാകും LDF-നെ സംബന്ധിച്ചിടത്തോളം ഇതാ. നിഷ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ RJD-യിലെ ഒരു വിഭാഗം വലിയ അമർഷത്തിലായിരുന്നു. ഇവർ പ്രധാനമായും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് LDF-ൽ തുടരുന്നതിൽ വലിയ അമർഷം പ്രകടിപ്പിച്ചിരുന്നത്. പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലടക്കം RJD സീറ്റുകളിൽ വലിയ തിരിച്ചടി നേരിട്ടു. ഇതിന് കാരണം CPM നേതാക്കളാണ്. RJD സീറ്റുകളിൽ RJD സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി കോഴിക്കോട്ടെ CPM നേതാക്കൾ പ്രയത്നിച്ചു. അങ്ങനെ ഒരു ശ്രമം, പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം CPM നേതാക്കളുടെ ഭാഗത്തുണ്ടായി. അവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് CPM സംസ്ഥാന നേതൃത്വത്തിന് 6 പേജടങ്ങിയ ഒരു കത്തടക്കം കോഴിക്കോട് ജില്ലയിലെ RJD നേതൃത്വം നൽകുകയും ചെയ്തു. എന്നാൽ ഇതിലൊന്നും തന്നെ യാതൊരു നടപടിയും ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉള്ള സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ, അതായത് 5 സീറ്റടക്കം വേണമെന്ന ആവശ്യം സംസ്ഥാന സമിതിയിൽ LDF നേതൃത്വത്തോട് RJD സംസ്ഥാന നേതൃത്വം 5 സീറ്റ് ആവശ്യപ്പെടണമെന്ന കാര്യം വിവിധ ജില്ലാ കമ്മിറ്റികളും അതോടൊപ്പം തന്നെ RJD-യിലെ പ്രധാനപ്പെട്ട നേതാക്കളും ഈ നിലവിൽ ഈ പിളർപ്പിന് അല്ലെങ്കിൽ മറ്റ് UDF-ലേക്ക് കടക്കുന്ന UDF-ലേക്ക് പോകാൻ തീരുമാനമെടുത്ത നേതാക്കളൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ RJD-യുടെ സംസ്ഥാന നേതൃത്വം ഈ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്ന കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച CPM നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെടുന്ന കാര്യത്തിലായാലും യാതൊരു സമീപനവും, അതായത് അനുകൂല സമീപനം എടുത്തില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കിഷൻ ചന്ദ് എന്ന് പറയുന്ന കോഴിക്കോട് കോർപ്പറേഷനിലെ മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായിട്ടുള്ള RJD-യുടെ സംസ്ഥാന നേതാവ് കൂടിയാണ്. അദ്ദേഹം മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട RJD-യുടെ പ്രവർത്തകരും നേതാക്കളുമാണ് ഇപ്പോൾ UDF-ലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് 4 മണിയോടെ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ RJD-യിൽ ഉണ്ടായിരുന്ന ഒരു പിളർപ്പ്, RJD-യിൽ ഉണ്ടായിരുന്ന ഒരു ഭിന്നത ഒരു പിളർപ്പിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ പ്രവർത്തകർ ഈ വടക്കൻ മലബാറിലെ മേഖലയിലൊക്കെ തന്നെയുള്ള കൂടുതൽ പ്രവർത്തകർ RJD-യോടൊപ്പം അല്ലെങ്കിൽ ഇപ്പോൾ പിളർന്നിരിക്കുന്ന പക്ഷത്തിനോടൊപ്പം ചേർന്ന് UDF-ലേക്ക് പോകുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും കിഷൻ ചന്ദ് 4 മണിക്ക് കോഴിക്കോട് ബീച്ചിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ മാധ്യമ അല്ലെങ്കിൽ ആ പത്രസമ്മേളനത്തിലായിരിക്കും ഇക്കാര്യത്തിലൊരു എന്താണ് തങ്ങളുടെ അടുത്ത നടപടി, UDF-ലേക്ക് ഏത് രീതിയിലാണ് ഇവരെ UDF പരിഗണിക്കുക, ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തുക. വിനീഷ്, അസ്ലം, ഏതായാലും വലിയ തിരിച്ചടി തന്നെയായിരിക്കും LDF-നെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ, വയനാട് അടക്കമുള്ള ജില്ലകളിൽ വലിയ തിരിച്ചടി നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട്. ശ്രേയാംസ് കുമാർ അടക്കം ഏതെങ്കിലും രീതിയിൽ നേതാക്കൾ പ്രതികരിക്കുന്നുണ്ടോ? നിഷ, നിലവിൽ നേതാക്കൾ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. ആദ്യമായി പ്രഖ്യാപനം നടത്തേണ്ടത് കിഷൻ ചന്ദാണ്. കിഷൻ ചന്ദ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന കാര്യം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം 4 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോഴായിരിക്കും ഒരു പ്രഖ്യാപനം എന്ന നിലക്കുള്ള അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള പ്രതികരണം ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും സംസ്ഥാന നേതാക്കൾ MV ശ്രേയാംസ് കുമാർ അടക്കമുള്ള സംസ്ഥാന നേതാക്കളുടെ പ്രതികരണം ഉണ്ടാവുക. നേരത്തെ തന്നെ ഭിന്നത, അതായത് ഇവരുടെ ഈ RJD-ക്കുള്ളിൽ ഒരു ഭിന്നത നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം പുറത്തു വന്നതാണ്. പരസ്യമായി തന്നെ പല നേതാക്കളും നിലവിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പിളർപ്പ് എന്ന നിലയ്ക്ക് ആദ്യം നേരത്തെ V സുരേന്ദ്രൻപിള്ള RJD വിടുകയും പിന്നീട് RJD തിരിച്ചെത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു പിളർപ്പ് കൂടി RJD-യിൽ ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പിളർപ്പ് ഉണ്ടായിരിക്കുന്നത്. കിഷൻ ചന്ദ് നമുക്കറിയാം, കോഴിക്കോട് കോർപ്പറേഷനിലെ മുൻ മേയറാണ്. ആ രീതിയിൽ കോഴിക്കോട് ജില്ലയിൽ വലിയ സ്വാധീനമുള്ള നേതാവ് തന്നെയാണ്. അത്തരത്തിൽ വടകര മേഖലയിലുള്ള RJD പ്രവർത്തകരും ഇവർക്കൊപ്പം ഉണ്ട് എന്നുള്ള അവകാശവാദം ഇവർ ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലുള്ള മറ്റു സംസ്ഥാന തലത്തിൽ തന്നെയുള്ള നേതാക്കളും ഇവരോടൊപ്പം ഉണ്ട് എന്നുള്ള അവകാശവാദം ഉയർത്തുന്നുണ്ട്. അങ്ങനെ നേതാക്കളെയൊക്കെ തന്നെ കൂട്ടി UDF-ലേക്ക് പോകാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നേരത്തെ ഈ സംസ്ഥാന സമിതിയിലടക്കം UDF-നൊപ്പം പോകണം എന്ന് RJD എന്ന തരത്തിൽ നിലപാടെടുത്ത നേതാക്കളാണ് ഇപ്പോൾ പിളർന്ന് UDF-ലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിനിഷ, ശരി, LDF-ൽ നിന്ന് ഒരു വിഭാഗം RJD പ്രവർത്തകർ UDF-ലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. കിഷൻ ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് RJD-യിലെ ഒരു വിഭാഗം പ്രവർത്തകർ UDF-ലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. LDF-ൽ നിന്ന് നിരന്തരം അവഗണന നേരിടുന്നു. പക്ഷേ ആ അവഗണനയിൽ നേതൃത്വം ഒരു നടപടിയും എടുക്കുന്നില്ല എന്ന് പ്രതിഷേധിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിക്കൊണ്ടാണ് ഏതായാലും കിഷൻ ചന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ UDF-ലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഈ ഒരു പിളർപ്പ് നേരിടാൻ ഒരുങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.